വീണ്ടും PR ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനിമോളും അതുപോലെ തന്നെ ശൈത്യയും തമ്മിലൊരു സംഭാഷണമാണ്. ഒരു ഇമോഷണൽ വീഡിയോ കാണിച്ചതിന് ശേഷം വീണ്ടും ഇവരെല്ലാം കെട്ടിപ്പിടിച്ച് ഒന്നായി. അതിനുശേഷം വീണ്ടും PR വിഷയമാണ് പറയുന്നത്. 15 ലക്ഷം രൂപ അയാൾ ചോദിച്ചു, പക്ഷേ ഞാൻ 1 ലക്ഷം രൂപയാണ് കൊടുത്തത് എന്നാണ് അനിമോൾ പറയുന്നത്. അപ്പോൾ PR ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ വിളിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശ് കുറവാണെന്ന് പറഞ്ഞു. അപ്പം പോകുന്നതിന് 3 ദിവസം മുമ്പ് വീണ്ടും വിളിച്ചപ്പോൾ ചെയ്യാൻ പറഞ്ഞു. 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും 15 ലക്ഷം രൂപ മാക്സിമം കുറയ്ക്കാനുള്ള പരിപാടിയാണ് അനിമോൾ പറയുന്നത്. എന്ത് തന്നെയായാലും PR-ന് കൊടുത്തിട്ട് വന്നിരുന്ന് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്ന് പറയാൻ ഒരു ഉളുപ്പും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. ഇതെല്ലാം എക്സ്പോസ്ഡ് ആവുന്നു. ലാസ്റ്റ് ഡേയ്സിൽ ഇതെല്ലാം എക്സ്പോസ്ഡ് ആവുന്നു. ഇത് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ കണ്ട് ഇപ്പം തന്നെ ഞാൻ പറയുന്നത് പുറത്താക്കണമെന്നുള്ളതാണ്. കാരണം PR-നെയും വെച്ചിട്ട് വോട്ട്, അതും ഏറ്റെടുത്തിരിക്കുന്ന വിനു വിനു പറഞ്ഞേക്കുന്നത് എന്താണ്, വോട്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഗ്രൂപ്പുണ്ട്, അവർ വഴിയിൽ എത്ര ലക്ഷം വോട്ട് വേണമെങ്കിലും കിട്ടുമെന്നാണ്. അപ്പോൾ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഷോയായി ഇത് മാറും. ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലാണ് രണ്ടും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അനിമോൾ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ PR കൊടുത്തത് ഇന്ന ആൾക്കാർക്കാണ്, അവർ വിളിച്ചു, അതിനുശേഷം ലാസ്റ്റ് 3 ദിവസം ഉള്ളപ്പോഴാണ് കൊടുത്തത്. അപ്പോൾ ശൈത്യ പറയുന്നു, നിൻ്റെ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള നിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാൻ ചേച്ചിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അവർക്കാർക്കും ഞാൻ പാസ്വേഡ് കൊടുത്തിട്ടില്ല, എൻ്റെ ഫോൺ ചേച്ചിയുടെ കയ്യിലാണ്, എന്തോ കൂട്ടുകാരി ചേച്ചിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ശൈത്യ പറയുന്നു, അല്ല അയാളാണ് അതിനകത്ത് വീഡിയോ ഇടുന്നത്, പിന്നെ അതുപോലെ എന്നെ വിഷം ശൈത്യമെന്നും, പിന്നെ അതുപോലെ ഇവിടെ ആരെങ്കിലും ഇനി ഇവിടെ കൂട്ടുകാരിയാക്കോ, ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് വളരെ മോശമായിട്ട് അവരെന്നെക്കെതിരെ വീഡിയോസ് ഇട്ട് എന്നെ വളരെ സമൂഹത്തിൽ എന്നെ ചീത്തയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അനിമോൾക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയില്ല. കാരണം അനിമോൾ അകത്തിരുന്ന് ഓരോ ഹിൻറ്റ് കൊടുക്കും, അതനുസരിച്ചാണ് PR-കൾ പ്രവർത്തിക്കുന്നത്. ഇന്നലെ തന്നെ ആദില നൂറ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൽ കയറിയിട്ട് ആദില നൂറയ്ക്ക് PR വിനുവിൻ്റെ നമ്പർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, അക്ബറിനെ എത്രയും മോശക്കാരനാക്കാവോ, കാരണം അന്ന് പുള്ളി വിചാരിക്കുന്ന കഴിഞ്ഞ ആഴ്ചത്തെ എവിക്ഷന് മുമ്പായിരുന്നു, അപ്പോൾ എത്രയും മോശക്കാരനാക്കാവോ അത്രയും മോശക്കാരനാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അക്ബറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നാണ് പുള്ളിക്കാരി വിചാരിച്ചത്. ഒരിക്കലും അനീഷ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു കോമണർ യാതൊരു യാതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെ യാതൊരു ഇമേജുമില്ലാതെ കയറി വരുമെന്ന് ചിന്തിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ബറിനെതിരെ കരു നീക്കാൻ വേണ്ടി അക്ബറിൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തിട്ട്, അക്ബറിൻ്റെ അല്ല PR വിനുവിൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തിട്ട് നൂറയ്ക്ക് വോട്ട് കിട്ടും, അതുപോലെ തന്നെ അക്ബറിനെ മാക്സിമം കരിവാരി തേക്കണം എന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് ആദില ഇന്നലെ രാത്രി വെളിപ്പെടുത്തി. അതിനൊക്കെ അക്ബർ ഭയങ്കര കരച്ചിലായിരുന്നു, ആദില ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ വെറുതെ അനിമോളെ നമ്മളായിട്ട് അധികം ഒന്നും പറയേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ മിണ്ടാതിരുന്നതാണ്. കാരണം എന്തിനാണ് നമ്മൾ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു, പുള്ളിനെ. കാരണം അനിമോളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. കാരണം എനിക്ക് കുറ്റം പറഞ്ഞ് വീഡിയോ ഇടാനുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഞാൻ ഇടാഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വീണ്ടും ഇരുന്ന് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കാര്യമാണ്. അനിമോളും നമ്മുടെ ശൈത്യയും കൂടി പറയുവാണ്, PR-ൻ്റെ കഥ വീണ്ടും PR വിഷയമാണ് ഈ ഒരു റിയാലിറ്റി ഷോയിൽ. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്ന കണ്ടസ്റ്റൻ്റ് ടോപ്പിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് പറയുവാണ്, ഞാൻ PR കൊടുത്തിട്ടുണ്ട്. ആ PR പറയുന്നത് ഇത്ര രൂപ കൊടുത്താൽ ഇത്ര വോട്ട് കിട്ടും, അങ്ങനെ എത്രായിരം വോട്ട് വേണമെങ്കിലും കിട്ടുമെന്ന് പറയുവാണ്. അപ്പോൾ ഇനി ഈ ഷോക്കാർ എന്താ ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തന്നെയാണ് ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷോയുടെ ക്രെഡിബിലിറ്റി എന്താവും എന്ന് ആലോചിച്ചൊക്കെ ഗൈസ്. കഷ്ടം. എത്രേ പറയാൻ പറ്റൂ. PR അനിമോൾ കപ്പ് റാണി.